ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി എഗ് ചില്ലിയാണ്. നമ്മൾ സാധാരണ ചില്ലി ചിക്കൻ, ചില്ലി ഗോപിയൊക്കെ വെക്കുന്നത് പോലെ നല്ല രുചിയിൽ 2 മുട്ട ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു എഗ് ചില്ലിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഈ ഒരു കറി റെഡിയാക്കാൻ വേണ്ടി 2 മുട്ട പുഴുങ്ങി ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർക്കാം. ഒരു മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൂടെ തന്നെ കുറച്ച് ഉപ്പ്, ഒരു പിഞ്ചുപ്പ് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പിടണ്ട, കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നോക്കിയിട്ട് മാത്രം ചേർക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൂടുതൽ വെള്ളം ചേർക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. റെഡിയാക്കി വെച്ച ബാറ്ററിൽ മുക്കിയിട്ടാണ് നമ്മൾ എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. നന്നായിട്ട് ചൂടായ ഓയിലിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുക. മുട്ട ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും ബാറ്റർ എത്തിക്കാൻ ശ്രദ്ധിക്കുക. മഞ്ഞക്കരുവിലും അതുപോലെ വെള്ള ഭാഗത്തേക്കും മുട്ടയിൽ ആ ഒരു ബാറ്റർ എത്തിക്കണം. എന്നുണ്ടെങ്കിൽ ആ ഒരു ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ ഡയറക്റ്റായിട്ട് മഞ്ഞക്കരുവോ വെള്ളക്കരുവോ ചൂടായ എണ്ണയിലേക്ക് വന്നാൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. എണ്ണ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് സൂക്ഷിച്ച് മാത്രം ചെയ്യുക. എല്ലാം കൂടി ഒരുമിച്ച് ഇടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 2-3 എണ്ണമായിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ബജിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ആ ഒരു ബാറ്ററിൽ മുഴുവനായിട്ട് മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ചെയ്യുക കേട്ടോ. അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമുക്കിനി കറി റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഒലിവ് ഓയിലിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ ഒരു കറിക്ക്. സൺഫ്ലവർ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും ഉപയോഗിക്കാം. ഇതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു 2-3 പച്ചമുളക് ചേർക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എരിവുള്ള വേറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള ഇതുപോലെ സ്ക്വയറായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. സാധാരണ ചില്ലി ചിക്കനും ചില്ലി ഗോപിക്കൊക്കെ ചെയ്യുന്നത് പോലെ ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള ഒരുപാട് വാടിയൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. തീ ഒന്ന് കുറച്ചതിന് ശേഷം 3/4 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സമയത്ത് ചേർത്താൽ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറിയതിന് ശേഷമാണ് ഇതിലേക്ക് സോസ് ചേർക്കുന്നത്. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം വഴറ്റിയാൽ അത് നന്നായിട്ട് പച്ചമണം മാറിയിട്ടുണ്ടാവും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, സോയ സോസിന് ഉപ്പുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തത് 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസാണ്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. സോസൊന്നും ഒരുപാട് അങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ച് സോസിൻ്റെ ടേസ്റ്റ് മാറ്റി കളയരുത്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്താൽ മതി. ഒരു 2 മിനിറ്റ് നേരം മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസ് ചേർക്കുന്നുണ്ട്. ഇത് നല്ല ഡാർക്ക് സോയ സോസാണ്. അതുകൊണ്ട് തന്നെ കളറ് നല്ലപോലെ ഉണ്ടാവും. ലൈറ്റ് സോയ സോസും ചേർക്കാം. സോയ സോസും ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയങ്ങളിലൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്യാപ്സിക്കവും ചേർക്കുക. ഏത് കളർ ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പച്ച മാത്രമാണ് ചേർത്തിട്ടുള്ളത്. കളർ ചേർക്കും തോറും കറിക്കൊരു ഭംഗി ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ആ ഒരു ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട്. വളരെ കുറച്ച് വിനാഗിരിയും പഞ്ചസാരയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കെച്ചപ്പിൽ ഓൾറെഡി മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ആ മുട്ട ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച മുട്ട കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ലൊരു കറിയാണ്, ഈസിയാണ് ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ ചില്ലി ചിക്കനും ചില്ലി ഗോപിയൊക്കെ കോമ്പിനേഷനായിട്ട് കഴിക്കുന്ന എല്ലാ ഫുഡും നമുക്ക് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാം.
ഞാനിതിൻ്റെ കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് ഗാർലിക് റൈസാണ്. വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗാർലിക് റൈസിൻ്റെ റെസിപ്പി നെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതും എല്ലാവരും കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ സാധാരണ ഒരു ചില്ലി ചിക്കനും ചില്ലി ഗോപിക്കൊക്കെ കോമ്പിനേഷനായിട്ട് കഴിക്കുന്ന എല്ലാ ഫുഡും നമുക്ക് കഴിക്കാൻ പറ്റും. അതായത് ഫ്രൈഡ് റൈസ് കഴിക്കാം, ചപ്പാത്തി കഴിക്കാം, പൊറോട്ട കഴിക്കാം, എല്ലാത്തിൻ്റെ കൂടെ ഇതൊരു നല്ല കോമ്പിനേഷനാണ്. വളരെ ഈസിയാണ്. ഒരു 2 മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.